സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിലെ നമ്മുടെ ഇന്നത്തെ അതിഥി BJP വക്താവ് അഡ്വക്കേറ്റ് ജയസൂര്യനാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ, നാളെ ചെങ്കോട്ടയിൽ ഇന്ത്യ 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമ്മളിൽ നിന്ന് വേർപെട്ടു പോയി മറ്റൊരു രാജ്യമായി മാറിയ പാകിസ്ഥാൻ, അവിടെ വൻ ആഭ്യന്തര കലാപം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. ബലൂചിസ്ഥാനും പാക് അധീന കാശ്മീരും ഒക്കെ ആയിട്ട് നിരവധി വിഷയങ്ങൾ നിൽക്കുന്നുണ്ട്. സാർ, ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ 80ാം സ്വാതന്ത്ര്യദിനം, പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ എത്രത്തോളം പ്രാധാന്യമുണ്ട്? 80ാം സ്വാതന്ത്ര്യദിനത്തിലേക്ക് ഭാരതം എത്തിച്ചേരുമ്പോൾ ഭാരതം ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ 4ാമത്തെ സാമ്പത്തിക ശക്തിയാണ്. മാത്രമല്ല ഏറ്റവും വലിയ സൈനിക ശക്തിയാണ്. വാണിജ്യ വ്യാപാര രംഗത്തും കാർഷിക മേഖലയിലും വൈജ്ഞാനിക രംഗത്തും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലുമെല്ലാം അതിവേഗം മുന്നോട്ട് കുതിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയായി ഭാരതം മാറിയിരിക്കുന്നു. ഇന്ന് ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ ഏത് എന്ന ചോദ്യത്തിന് ഭാരതം എന്നല്ലാതെ മറ്റൊരു ഉത്തരമേ ഇല്ല. മാത്രമല്ല ശക്തി രാഷ്ട്രങ്ങളായിരുന്ന അമേരിക്കയും ചൈനയും ജപ്പാനും ജർമ്മനിയും ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ളവരെല്ലാം തന്നെ ഇന്ന് വലിയ സാമ്പത്തിക തകർച്ചയിൽ അകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് മുന്നോട്ട് വരണമെങ്കിൽ ഇനി ഭാരതത്തിന്റെ കൈത്താങ്ങ് വേണം എന്നുള്ളതാണ് സത്യം. സാമ്പത്തികമായി നമ്മൾ അവരെയൊക്കെ സഹായിക്കാൻ മാത്രം വളർന്നു എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. മറിച്ച് നമ്മുടെ യുവത ആകെയുള്ള ജനസംഖ്യയുടെ എന്ന് പറഞ്ഞാൽ 147 കോടിയുടെ ആകെ ഉള്ള ജനസംഖ്യയുടെ പകുതി, ഏതാണ്ട് 70 കോടിയിലധികം ചെറുപ്പക്കാരുള്ള ഒരു രാജ്യമാണ് ഭാരതം. ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും സാങ്കേതിക വിദ്യാഭ്യാസവും പ്രൊഫഷണൽ ആയിട്ടുള്ള വൈദഗ്ധ്യവും എല്ലാം ഒന്നിച്ചു ചേരുന്ന ഈ പറയുന്ന 50 കോടിയിൽ പരം യുവാക്കളെ ആശ്രയിക്കാതെ ലോകത്തൊരു രാജ്യത്തിനും ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ലോകത്തെ ചലിപ്പിക്കുന്ന ചാലകശക്തിയായി ഭാരതം മാറിയിരിക്കുന്നു. ലോക നേതാവാണ് ഭാരതവും നരേന്ദ്രമോദിയും. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ലോകത്തിന്റെ ഓരോ കോണിലും ചർച്ച ചെയ്യുന്നു. അങ്ങനെ ലോകം മുഴുവൻ വളരെ പ്രസക്തമായിട്ടുള്ള പല ശാക്തിക ചേരികളും BJPയുടെ നേതൃത്വം, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ഒരു കാലഘട്ടം എന്നുള്ളത് വളരെയേറെ ശോഭനമായിരിക്കും. അവിടെ ആശങ്കകൾക്ക് സ്ഥാനമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ സാർ, ഈ പാകിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്ന ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ, ഇത് നമ്മുടെ രാജ്യത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്കിപ്പോൾ 80 വർഷമായി എന്ന് പറയുമ്പോൾ പാകിസ്ഥാനിൽ എന്താണ് സാർ ശരിക്കും സംഭവിച്ചത്? പാകിസ്ഥാൻ ഒന്നുമല്ലാതാവുകയല്ലേ ചെയ്തത്? അതെ, 80 വർഷം മുമ്പ് ഇന്ത്യയും പാകിസ്ഥാനും ഒന്നായിരുന്നപ്പോൾ നമുക്കുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് പാകിസ്ഥാൻ ഇന്ന് പിന്നോട്ട് പോയിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ബഹുദൂരം മുന്നോട്ട് സഞ്ചരിച്ച് ലോകത്തിന്റെ 5ാം സ്ഥാനത്ത് 4ാം സ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നദീജല കരാറ് റദ്ദ് ചെയ്തതോടുകൂടി പാകിസ്ഥാന്റെ 70% കൃഷിയിടങ്ങളും പറ്റി വരളുകയാണ്. കാർഷിക മേഖല രാജ്യത്തിന്റെ നട്ടലായിരിക്കുമ്പോൾ നദീജല കരാറിന്റെ, അതായത് സിന്ധു നദീജല കരാറിന്റെ ലംഘനം അവസാനിപ്പിക്കൽ BJP ഗവൺമെന്റ് ഇന്ത്യയിൽ ചെയ്തതോടുകൂടി പാകിസ്ഥാന് കിട്ടിയിരിക്കുന്ന അടി ദീർഘകാലത്തേക്കുള്ള വമ്പൻ പട്ടിണിയായിരിക്കും. മാത്രമല്ല സാമ്പത്തിക മേഖലയിൽ അവർ വളരെയേറെ തളരും. കാർഷിക മേഖല കലുഷിതമാകും. ആഭ്യന്തരപരമായ യുദ്ധത്തിലേക്ക് രാജ്യം തള്ളപ്പെടും. ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവരുടെ പാസ്പോർട്ടും കറൻസി നോട്ടും എല്ലാം അച്ചടിച്ചു കഴിഞ്ഞു, പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. ബലൂചിസ്ഥാനുമായി ബന്ധപ്പെടാൻ പല ലോകരാഷ്ട്രങ്ങളും തയ്യാറാകുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പ്രതിപക്ഷത്തിന്റെ ഉറക്കം കെടുത്തുന്ന മറ്റൊരു കാര്യമാണ് നരേന്ദ്രമോദിക്ക് വർദ്ധിച്ചു വരുന്ന ജനപിന്തുണ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ തലവൻ എന്നതിലുപരി ഒരു ലോക നേതാവ് എന്ന നിലയിലേക്ക് നരേന്ദ്രമോദി ഉയർന്നിരിക്കുന്നു. അതിന്റെ പിന്നിൽ അതിശക്തമായിട്ട് നിൽക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി, അതിന്റെ പിന്നിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘവും നിലനിൽക്കുന്നിടത്തോളം കാലം BJPക്ക് ഭാരതത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് പിടിപെടേണ്ട ആവശ്യമേ ഉണ്ടാവുകയില്ല. സർ, അപ്പോൾ ഇപ്പോൾ ഈ 80ാം വർഷത്തിൽ നമ്മുടെ ഭാരതം എത്തുമ്പോൾ പാകിസ്ഥാനിൽ, അവിടെ പാകിസ്ഥാനകത്തൊരു സ്റ്റേറ്റ് നാളെ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നു എന്നൊരു വാർത്ത കൂടെ വരുന്നുണ്ടല്ലോ സാർ, അതെന്താണ്? അങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നത് ശരിയാണോ? എനിക്ക് തോന്നുന്നത് ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമായിരിക്കണം എന്നാണ്. പാകിസ്ഥാന്റെ വലിയൊരു ഭൂവിഭാഗം മിനറൽ, ധാതുക്കൾ എന്നിവയ്ക്ക് വളരെ പേരുകേട്ട ഒരു സ്ഥലം, ആ സ്ഥലം അപ്പാടെയാണ് ബലൂചിസ്ഥാനിലേക്ക് മാറുന്നത് എന്ന് പറയുമ്പോൾ
പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സാങ്കേതിക ശാസ്ത്ര സാമ്പത്തിക ഭൗതിക പുരോഗതികളെ എക്കാലവും പിന്തുണച്ചിരുന്ന ബലൂചിസ്ഥാൻ പ്രദേശം ഇന്ത്യയിൽ നിന്ന് വേർപെട്ടു പോകുന്നു എന്ന് പറയുമ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വേർപെട്ടു പോകുന്നു എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം രണ്ടായി പിളരുകയാണ്. ഇതോടൊപ്പം പാക് ഒക്കുപ്പൈഡ് കാശ്മീർ സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി അവരും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പാകിസ്ഥാൻ മൂന്നായിട്ട് പിളരും സമീപകാല ഭാവിയിൽ തന്നെ. സർ, ഇന്ത്യയുടെ ആകെ ജനസംഖ്യ 140 കോടി എന്ന് പറഞ്ഞതിൽ 50 കോടിയിലധികം യുവാക്കൾ എന്ന് പറയുമ്പോൾ നാളെ ചെങ്കോട്ടയിൽ നമ്മുടെ രാജ്യത്തിനെ സ്വാതന്ത്ര്യദിനത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിനിധീകരിക്കുമ്പോൾ, രാജ്യത്തോട് സംസാരിക്കുമ്പോൾ ജെൻസികൾക്കായി, അതായത് യുവാക്കൾക്കായി ഒരു കൂട്ടം പ്രഖ്യാപനം ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. ചെങ്കോട്ടയിൽ അങ്ങനെ ഒരു പ്രഖ്യാപനത്തിനായി ചെങ്കോട്ട കാതോർക്കുന്നു നാളെ. അതുകൂടെ ഒന്ന് സംസാരിക്കാവോ? അതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് സംസാരം അവസാനിപ്പിക്കാം. ഈ സ്വാതന്ത്ര്യദിനത്തിന് അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. കാര്യം ഈ ജെൻസി കലാപമൊക്കെ ഇപ്പൊ കഴിഞ്ഞ സ്ഥിതിക്ക് യുവാക്കളുടെ ആഗ്രഹങ്ങളെയും പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നത്. തൊഴിലവസരങ്ങൾ വർദ്ധിച്ചതും വിദ്യാഭ്യാസ അവസരങ്ങൾ വർദ്ധിച്ചതും വിദേശ രാജ്യങ്ങളുമായിട്ടുണ്ടായ ഊഷ്മളമായ ബന്ധവും അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ തലയുയർത്തി നിൽക്കാൻ കഴിയുന്ന പുതിയ തലമുറയുടെ ഉദയവും സാങ്കേതിക വിദ്യകളിൽ നിപുണന്മാരായിട്ടുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന നയവും കഴിഞ്ഞ 5 വർഷം കൊണ്ട് 50 ലക്ഷം പേരെ കേന്ദ്ര സർവീസിൽ നിയമിച്ചതും അടക്കം യുവജനതയ്ക്ക്, പ്രത്യേകിച്ച് ജെൻസിക്ക് വളരെയേറെ ആവേശം കൊടുക്കുന്ന പദ്ധതികളാണ് നരേന്ദ്രമോദി സർക്കാർ രൂപീകരിച്ചത്. അതുകൊണ്ട് തന്നെ ആ പ്രഖ്യാപനം നമുക്ക് പ്രതീക്ഷിക്കാം. എന്തു തന്നെയായാലും ചെങ്കോട്ടയിലെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ ഇന്ന് രാജ്യവും ലോകവും കാത്തിരിക്കുന്നു എങ്കിൽ അതിന്റെ അർത്ഥം ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഭാരതം കുതിച്ചുയരാനുള്ള എല്ലാ ചേരുവകളും സമർത്ഥമായി ചേർക്കാൻ കഴിയുന്ന ഭരണാധികാരിയിൽ നിന്നാണ് ലോകവും രാജ്യവും ആ വാക്കുകൾക്ക് വേണ്ടി കാതോർത്തിരിക്കുന്നത്. അവിടെ യുവതലമുറയ്ക്കായിരിക്കും മുൻതൂക്കം എന്ന കാര്യത്തിൽ നമുക്ക് നിശ്ചയമുണ്ട്. നന്ദി. താങ്ക് യു സാർ.